വന്നോ ഇല്ലയോ? വീണ്ടും അപ്പന്റെ അവകാശം വന്നോ ഇല്ലയോ? ആരെങ്കിലും അപ്പന്റെ അവകാശം ഇനി വരാതിരിക്കുന്നുവെങ്കിൽ വേഗത്തിൽ മടങ്ങുക. ദൈവം രണ്ട് കാര്യത്തെ നോക്കണം. ആ അപ്പൻ, ആ ലോകത്തിലുള്ള അപ്പൻ ഈ മകൻ എന്ന് പോയോ അന്ന് മുതലേ പ്രാർത്ഥിക്കുന്നത് എപ്പോൾ മടങ്ങി വരുന്നില്ലാവേ. അതാ ഇന്ന് ആ സ്വർഗത്തിലെ പിതാവായ ദൈവം ആ കർത്താവിനെ വിട്ട് എത്രയോ പേര് സഞ്ചരിക്കുന്നു. അവർ മടങ്ങി വരുവാൻ കർത്താവ് ഇന്ന് കരഞ്ഞിട്ട് കാത്തിരിക്കുന്നു. ആരെങ്കിലും ആ സ്റ്റേജിൽ വരാതിരിക്കുന്നെങ്കിൽ മടങ്ങി വരിക. എന്തൊക്കെയാണ് പാപമാണോ ഏറ്റുപറയുക, ഉപേക്ഷിക്കുക, നല്ലൊരു ജീവൻ നയിക്കുവാൻ ഇതൊരു സുപ്രധാന ദിവസം അത്രേ. ഇത്രയേ ഉള്ളൂ, ഒരു ചെലവില്ല അല്ലേ? ആമേൻ. ഓക്കെ, വേഗത്തിൽ അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം. അല്ല 13 മുതൽ വാക്യം. എന്നാൽ ദേശാന്തരങ്ങളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നെന്ന് പറഞ്ഞു. യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുടങ്ങി. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ അന്നത്തെ സ്കേഫ എന്ന ഒരു യഹൂദന്റെ 7 പുത്രന്മാരായിരുന്നു. മക്കളായിരുന്ന ദുരാത്മാവ് അവരോട് യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എനിക്ക് പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആരെന്ന് ചോദിച്ചു. നിങ്ങൾ ആരെയും ചോദിച്ചാ പിന്നെ ദുരാത്മാവുള്ള മനുഷ്യർ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിത്തയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി. അങ്ങനെ ഈ 7 മക്കളും നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. മന്ത്രവാദവും ആവിചാരവും ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടരായിരുന്നു. എന്നാൽ അവർ അപ്പോസ്തലനായ പൗലോസ് യേശുവിന്റെ ശക്തിയുടെ ശുശ്രൂഷ കണ്ടിട്ട് അതേ നാമം ഇവരെടുക്കാൻ നോക്കിയപ്പോൾ പിശാച് പറഞ്ഞു, പൗലോസിനെ യേശു ഞങ്ങൾക്കറിയാം, അവന്റെ ശക്തി ഞങ്ങൾക്കറിയാം, എന്നാൽ നീ അതിന് യോഗ്യനല്ല. അങ്ങനെ ഈ പിശാച് ഇവരെ 7 മക്കളെ ആക്രമിച്ചു, വസ്ത്രമെല്ലാം വലിച്ചുകീറി അവരെ നഗ്നരാക്കിയ മുറിവേറ്റലുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. പാർക്കുന്ന സകല യഹൂദന്മാരും പറഞ്ഞു. ഈ സംഭവം ആ ദേശം മുഴുവനും അറിഞ്ഞിട്ട് അറിഞ്ഞവർക്കൊക്കെ ഒരു ഭയം തട്ടി. കർത്താവായ യേശുവിന്റെ നാമം മഹത്വപ്പെട്ടു. വിശ്വസിച്ചവരിൽ അനേകരും വന്നു. അപ്പൊ അനേകർ ആ സംഭവം അറിഞ്ഞപ്പോൾ യേശുവിന്റെ സാന്നിധ്യപ്പെട്ട പൗലോസിലേക്ക് ശുശ്രൂഷ കണ്ടിട്ട് ദൈവപ്രവൃത്തി കണ്ടിട്ട് അങ്ങനെ യേശു വിശ്വസിച്ച് സ്ഥാനപ്പെട്ടു. വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. ശുശ്രൂഷപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുകയെ ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയാറെ 50,000 വെള്ളിക്കാശെന്ന് കണ്ടു. വാക്യം പറയാനുള്ളത് ഇപ്പോ മാനസാന്തരപ്പെട്ടു. കുറെ പേര് വന്നു, പിശാച് ബാധിച്ച് ആ 7 പേര് വസ്ത്രം ഉപദ്രവിച്ചാൽ പോയെങ്കിലും ഈ അപ്പോസ്തലന്മാർ നടന്ന അത്ഭുതങ്ങളും അടയാളം കണ്ട് ഒരു കൂട്ടം ആൾക്കാർ മാനസാന്തരപ്പെട്ടവരുടെ മന്ത്രവാദികളുണ്ടായിരുന്നു. പക്ഷെ മാനസാന്തരപ്പെട്ട അവർ ചില പ്രവർത്തനങ്ങളാണ് ഇനി എന്നേക്കുമാണ്. ഞങ്ങൾ പിശാച് മുഖാന്തരം ചെയ്ത ക്രിയകളും ക്രിയാവസ്തുക്കളും പലരും നിർത്തും, അവരവകാശം മാറ്റത്തില്ല. അല്ലേ? അവര് മുഴുവനും അവരുടെ പുസ്തകങ്ങളും എല്ലാ സാമഗ്രികളും സാത്താന്റെ മുഴുവൻ അവകാശം എടുത്തു കളയും. ചിലര് പെറ്റിനെടുത്ത് കളയത്തില്ല, വീട്ടിൽ വെച്ചേക്ക് വിട്ടുവരുന്നു. മാറത്തിൽ അവകാശം കിടപ്പുണ്ട്. ദൈവത്തിനൊരു രക്ഷിക്കപ്പെട്ടവരുടെ വീട്ടിൽ കാണരുത്. ദൈവത്തിന് സ്വന്തമാണ്. ദിവസങ്ങളിൽ ഞാൻ ഒരു മെസ്സേജ് കേട്ടതാണ്. അത് എന്റെ ഞാൻ ഏതോ ഒരു വിദഗ്ധൻ ബോക്സിംഗ് ഒക്കെ അങ്ങനെ ഒരു സിസ്റ്റം ഉള്ള ഒരു ടീഷർട്ട് ആണ് ഒരു പെൺകുട്ടി കൊടുക്കുന്നത്. പിന്നെ ഒന്ന് ഡാൻസിങ്